മോളെ, ഞാനൊരു മ്യൂസിക് സ്കൂൾ ആരംഭിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയാ. അവിടെ പഠിപ്പിക്കാൻ വരുന്നുണ്ടോ? അയ്യോ, പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞാല് സംഗീതമാണെങ്കിലും നൃത്തമാണെങ്കിലും ഞാനങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. സംഗീതമായാലും നൃത്തമായാലും ഡിഗ്രി ഒന്നും അല്ലല്ലോ ആവശ്യം. കുട്ടികളെ പഠിപ്പിക്കുന്ന കൂട്ടത്തില് സംഗീതത്തിലും നൃത്തത്തിലും മോളുടേതായിട്ടുള്ള പഠനം തുടരുകയും ചെയ്യാം. പേരെന്താ? രാധികേ, ആരോടടി പാതിരാത്രിക്ക് നിന്ന് കഥ വിളമ്പുന്നത്? അത് മുത്തശ്ശി. പാത്രം കഴുകുന്നതിനിടയ്ക്ക് അവക്ക് ഫോണ്. ഇതൊക്കെ നീ ഇനി എപ്പ കഴുകാനാ? ഞാൻ ഇപ്പൊ തീർത്തോളാം. പറ്റെങ്കിലും ഒരു ജോലി ശരിയാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് ആ മാഡം ചെയ്യുന്ന ഞാൻ കരുതിയില്ല. അച്ഛന്റെ അഭിപ്രായം എന്താ? മ്യൂസിക് സ്കൂളല്ലേ, എന്തായാലും ദൈവികമായൊരു കലയല്ലേ. മാത്രമല്ല, ഒരു കാര്യം അച്ഛന് വ്യക്തമായിട്ടുണ്ട്, നിന്റെ വഴി സംഗീതമാണ്. നിന്റെ ഭാവിയും അതിൽ തന്നെയാണ്, അല്ലേ അശോക? നല്ല കാര്യമായിട്ടാ എനിക്കും തോന്നുന്നത്. എന്താ വേണ്ടേന്ന് വെച്ചാ ദേവേട്ടൻ തീരുമാനിച്ചോളൂ. ഇതിലിപ്പോ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. നമ്മള് പോട്ടെ. എവിടേക്ക് പോട്ടേന്നാ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ അവരെ? ഈ നാട്ടിലുള്ള ആളുകളാണ്. ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് അയക്കാവുന്ന സ്വഭാവമാണോ ഇവളുടെ കയ്യിലിരിപ്പ്? അമ്മേ, മക്കള് മുതിർന്ന ജോലിക്ക് പോകും. അത് നമുക്കറിയാവുന്ന സ്ഥലത്ത് മാത്രമേ പോകാവൂ എന്ന് പറഞ്ഞാ നമ്മുടെ വീട്ടിലോ നമ്മുടെ അയൽപക്കത്തോ മാത്രമേ പറ്റൂ. തർക്കത്തിന് വേണ്ട മരുന്നൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവള് കാണിച്ചു കൂട്ടിയതൊക്കെ മറക്കരുത്. ഇവള് അവിടെ ചെന്ന് ചേർന്ന കൂടിയാ 1-2 ദിവസം. അതിനകത്ത് വരും ഏതെങ്കിലും ചെറുപ്പക്കാരുടെ വിളിയോ അല്ലെങ്കിൽ പാതിരാത്രിക്കുള്ള വരവോ. അമ്മ ഒന്നും മിണ്ടാതിരിക്കോ? ഇവളിവിടെ തന്നെ നിൽക്കണോന്ന് അമ്മ നിർബന്ധം പിടിക്കുന്ന എന്തിനാ? അമ്മേ, മോള് പാടാൻ പോയ സ്ഥലത്ത് അവിടെ നല്ല അഭിപ്രായ. നോക്കിക്കോ, നാളെ ഇവളുടെ പേരിലായിരിക്കും നമ്മളൊക്കെ അറിയപ്പെടാൻ പോകുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. നാട്ടുകാര് മുഴുവൻ ദേവനാരായണന്റെ മകളെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിക്കാതെ താലി കഴുത്തിൽ സൂക്ഷിക്കുന്നത് തന്നെ നാട്ടുകാർക്കൊരു ജന്മത്തിന് പറഞ്ഞു ചിരിക്കാനുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇവളെ പുറത്തു വിടാതിരിക്കുന്നതാ നല്ലത്. ഈ കാര്യത്തിൽ ഞാൻ തീരുമാനം കഴിഞ്ഞു. മോൾ ആ ജോലിക്ക് പോകും. പ്രിയങ്കയാണ്. ആ മോളെ, അവിടെ എല്ലാരും ഉണ്ടോ അച്ഛാ? ഉണ്ട്. ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാധികയ്ക്ക് ഒരു ജോലി ശരിയാണ്. മാഡം,
വരൂ, ഇരിക്കൂ. ഗുഡ് മോർണിംഗ് മാഡം. ഇരിക്കൂ, ഇരിക്കൂ. ഇരുന്നോളൂ. മാഡം ഇരിക്കൂ. ഇന്നലെ മാഡത്തിന്റെ പേര് ചോദിച്ചത്. ഓ, അപ്പോ എന്തോ ഒരു തടസ്സം വന്നു അല്ലേ? എന്റെ പേര് ഫിദ. മാഡം, ഞാൻ പാട്ടൊക്കെ പാടും, അത്യാവശ്യം നൃത്തം ചെയ്യാനും അറിയാം. എന്നാലും ഈ സ്കൂളിന്റെ വലിപ്പവും കുട്ടികൾ ഒരുപാടുണ്ടെന്നൊക്കെ അറിയുമ്പോ ഞാൻ തൽക്കാലം എന്തേലൊക്കെ നോക്കിയും കണ്ടും ഒരു സഹായം പോലെ. ഏയ്, അതൊന്നും പറ്റില്ല. സ്കൂള് നടത്താൻ ഫിദ മേഡം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നേ. പക്ഷേ എനിക്ക് പലപ്പോഴും ഫിദ മേഡത്തിന്റെ കൂടെ യാത്ര ചെയ്യാനുണ്ടാവും. അങ്ങനെ വരുന്ന അവസ്ഥയില് സ്കൂളിന്റെ മൊത്തം ഉത്തരവാദിത്വവും രാധികയ്ക്കായിരിക്കും.